ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. പെട്ടെന്നൊരു സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണല്ലേ LSGD-AEയുടേത്. അപ്പോൾ വെറുതെ അല്ല എല്ലാവരും കാത്തിരിക്കുന്നത്, 100-ലധികം പേർക്ക് ഉറപ്പായിട്ടും നിയമനം ലഭിക്കുന്ന ഒരു തസ്തിക കൂടിയാണിത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് 2021-ലാണ്. 2021-ലാണ് ഈ എക്സാം ലാസ്റ്റ് ആയിട്ട് നടന്നത്. അപ്പം അതിനുശേഷം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം വരെ എന്തായാലും എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇപ്പം തന്നെ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 7 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും LSGD-AE എക്സാമിനേഷന് നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇനി മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. പഠിച്ചു തുടങ്ങാത്തവരാണ്, പഠനം പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ സിലബസിനെ പറ്റിയിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സിലബസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാം കാറ്റഗറി നമ്പർ 125/2020 ആയിരുന്നു നമ്മുടെ LSGD-AE എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ എക്സാമിനേഷന് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 48.33 ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അത്യാവശ്യം നല്ല ലെവലുള്ള ഒരു എക്സാമിനേഷൻ തന്നെയായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇവിടെ അഡ്വൈസസ് പോയത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ജൂൺ മാസത്തിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ടോട്ടൽ 307 അഡ്വൈസുകൾ തന്നെ പോയിട്ടുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് എത്രയോ പേർക്ക് ഇതുവഴി ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. ദെൻ ഓപ്പൺ കാറ്റഗറി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ 232 റാങ്ക് വരെയുള്ളവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. EWS-ലാണെങ്കിൽ 359 വരെ റാങ്ക് ഉള്ളവർക്ക് ജോലി ഉറപ്പായിട്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കുകൾ പ്രകാരം നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുമ്പം ഉറപ്പായിട്ടും 100-ലധികം പോസ്റ്റുകളിലേക്ക് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു എക്സാമിനേഷന് പഠിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇനി എക്സാമിനേഷൻ്റെ സിലബസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കാര്യം ഇത്രയും ഒരു 8 സെക്ഷനുകളായിട്ടാണ് മൊത്തം നമ്മുടെ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പം സിലബസ് വരുമ്പോൾ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്ക് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഒരു ഐഡിയ കൂടി നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അന്ന് നടന്ന എക്സാമിൽ ആ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരുന്ന എല്ലാ എക്സാമുകൾക്കും ഒരു മൊഡ്യൂളിൽ നിന്ന് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് ഒരുവിധം എക്സാമിനേഷൻ ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും. ഓക്കെ, അപ്പം ഇപ്പം നടക്കുന്ന ഈ എക്സാമുകളുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ LSGD-യുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു 8 പാർട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പാർട്ട് മെക്കാനിക്സ് ഓഫ് സോളിഡും സ്ട്രക്ചറൽ അനാലിസിസും ആണ് വരുന്നത്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൻ്റെയും ഒരു മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. ദെൻ സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേ ആൻഡ് വാല്യുവേഷൻ, ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ഇവിടെ ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ കൂടെ തന്നെ കോൺക്രീറ്റ് ടെക്നോളജിയും കൂടി ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ കോൺക്രീറ്റ് ടെക്നോളജി കൂടി നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ദെൻ ഡിസൈൻ ഓഫ് സ്ട്രക്ചറിൽ തന്നെ RCCയും വരും, സ്റ്റീലും ഉണ്ട്. സ്റ്റീൽ ഡിസൈന് നമുക്ക് പഠിക്കാനുണ്ട്, കോൺക്രീറ്റ് ഡിസൈനും പഠിക്കാനുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിൽ തന്നെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ്. ദെൻ
ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിങ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം സിംപ്ലി ഇത് മാത്രമല്ല, എന്തൊക്കെ വരും അതിൽ? ഹൈവേ എഞ്ചിനീയറിംഗ് വരും, റെയിൽവേ എഞ്ചിനീയറിംഗ് വരും, ബ്രിഡ്ജ് വരുന്നുണ്ട്, ഡോക്ക് ഹാർബർ ടണൽ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ് വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒരു ലിസ്റ്റ് എടുത്ത് ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു 24ഓളം സബ്ജക്റ്റാണ് ഈ ഒരു AE ലെവൽ എക്സാമുകൾക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നടന്ന എക്സാം, അതായത് 2021 ലാസ്റ്റായിട്ട് ഈ ഒരു എക്സാം നടന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നെടുത്ത് ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് ഓരോ സബ്ജക്റ്റിൽ നിന്നും വന്നിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റാം. MOSൽ നിന്ന് തന്നെ 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. FMൽ നിന്ന് 5 മാർക്ക്, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിന്നും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട്. ദെൻ സർവേ ആൻഡ് ലെവലിംഗ് എസ്റ്റിമേഷൻ 2ൽ നിന്നും 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നത്. ദെൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 11 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അധികവും പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അതായത് ഹൈഡ്രോളജി, ഇറിഗേഷൻ ഒക്കെ കൂടി 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആ ഒരു എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു ഭാഗമാണ് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. RCCയിൽ നിന്ന് 19 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് RCC. അതിലത്തെ കോഡൽ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ വിടാതെ എക്സാമിന് ചോദിച്ചിരുന്നു. 19 മാർക്കാണ്. RCC നല്ലതുപോലെ അറിയാം എന്നുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ പിന്നെ സ്റ്റീൽ സ്ട്രക്ചറിൽ നിന്ന് 5 മാർക്ക്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് 4 മാർക്ക്, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ കൂടിയിട്ട് 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെയൊക്കെ നമ്മൾ AE ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ BMBC പോലുള്ള സബ്ജക്റ്റിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അത്ര പഠിക്കണ്ടല്ലോ, ബാക്കി AE ലെവൽ പഠിച്ചാൽ പോരെ എന്ന് നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ട് ഇത് ഒഴിവാക്കിയാലും ഇപ്പോൾ നമുക്ക് പ്രശ്നമാണ്. കാരണം 8 മാർക്ക് വരെ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദെൻ കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്ന് ഒരു 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അന്ന് നടന്ന LSGയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി വരുന്ന എക്സാമിനേഷന് ഈ ഒരു പാറ്റേണിൽ മാറ്റം വരാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് അധികവും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങാൻ. അപ്പോൾ ഈ ഒരു മാർക്ക് വെയിറ്റേജ് അനുസരിച്ച് തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം. ഓക്കെ, ഇനി എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം വരെ നമ്മുടെ മുന്നിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 6 മാസം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സോ നിങ്ങൾ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തൊട്ട് 6 മാസം വരെ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു 6 മാസമാണ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അപ്പം ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കരുത്. അതായത് സ്വന്തമായിട്ട് എനിക്ക് ഒരു സർക്കാർ ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു ജോലി വേണം എന്ന് നമ്മൾക്ക് തന്നെ സ്വയമായിട്ട് ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24ഓളം സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. കുറേ വലിയ സബ്ജക്റ്റ് ഉണ്ട്, കുറേ ചെറിയ സബ്ജക്റ്റ് ഉണ്ട്, കുറേ തിയറി പഠിക്കണം, പ്രോബ്ലംസ് പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഒരുപാട് മടുപ്പുണ്ടാക്കാനുള്ള കാരണം. അപ്പം അങ്ങനെ ഒരിക്കലും അരുത്. നമുക്ക് സ്വയമേ തോന്നി നമുക്കൊരു ജോലി വേണം എന്നുള്ള ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് റെഡി ആവാനായിട്ട് തുടങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്, അതായത് എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട് പറ്റുന്നില്ല, ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ കിട്ടുന്ന ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം മോട്ടിവേറ്റഡ് ആക്കുക. ഞാൻ പഠിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റഡ് ആക്കി പഠിക്കാൻ സ്വയം ഞാൻ റെഡിയാണ് എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പഠിച്ചു തുടങ്ങാനായിട്ട് പോവാം. ഓക്കെ, അതാണ് ആദ്യം പറയാനുള്ള കാര്യം. ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. സോ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടത് സിലബസ് ആണ്. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ
പ്രിൻ്റ് എടുത്ത് തന്നെ കയ്യിൽ വെക്കാൻ നോക്കാം. ഓക്കെ, പ്രിൻ്റ് എടുത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കാം. ഇതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ആ സിലബസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് കുറേ ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, ഇനി ഇത്രയും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് എൻ്റെ തീരുമല്ലോ എന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് തന്നെ കിട്ടും. പിന്നെ അടുത്തൊരു പോയിന്റ്, ഈ സിലബസ് കയ്യിൽ സൂക്ഷിക്കുന്നതുകൊണ്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ ടഫാണ്, നിങ്ങൾക്ക് ഇപ്പം പഠിച്ചിട്ട് അത് കിട്ടുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വെച്ചിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതും അതിലൊന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് അത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് ഇത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് അങ്ങനെ വിട്ടുപോയ ടോപ്പിക്കുകൾ അപ്പോൾ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് PYQs ഒക്കെ നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ പോയിന്റുകൾ, ആ ടോപ്പിക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാനും ഈ സിലബസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. കാരണം കുറേ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ വെക്കണേക്കാളും ഈ ഒരു പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഓക്കെ, പെട്ടെന്ന് ഒരു എക്സാമിന് നിങ്ങൾ പോവുകയാണ്, ഇടയ്ക്ക് ഏതെങ്കിലും ഒരു എക്സാം വന്നു അതിന് പോവുകയാണെങ്കിൽ ഓക്കെ, ഈ ടോപ്പിക്കുകൾ ഞാൻ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞത്, സിലബസ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു 24ഓളം സബ്ജക്റ്റാണ് നമ്മുടെ മുന്നിൽ പഠിക്കാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പലരും പല ടൈപ്പുള്ള ആൾക്കാരായിരിക്കും. ചിലർക്ക് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റുകൾ മാത്രം പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർ തിയററ്റിക്കൽ സബ്ജക്റ്റ് മാത്രം പഠിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ അങ്ങനെ ഒന്ന് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തിയറി മാത്രം പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആദ്യം തിയറി സബ്ജക്റ്റുകൾ മാത്രം ചൂസ് ചെയ്ത് പഠിക്കും. അവസാനമാകുമ്പോൾ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് എല്ലാം അവസാനത്തിലേക്ക് വെക്കുമ്പോഴെന്താ, പിന്നെ അത് പഠിച്ചെടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് വരും. എല്ലാം നമുക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു ടൈപ്പ് ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ നമുക്കതെന്താവും, സബ്ജക്റ്റുകളായിട്ട് വരുമ്പോൾ നമുക്കത് മടുപ്പുണ്ടാക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതി ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ആ ഒരു ഇഷ്ടമൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഒരു തിയറി സബ്ജക്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റും കൂടെ പഠിക്കാനായിട്ട് എടുക്കുക. ഒരു പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു തിയറി പേപ്പറും കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുക. അപ്പോൾ ആ രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് തിയറി പോലെ തന്നെ പ്രധാനമാണ് പ്രോബ്ലം പോലെ തന്നെ പ്രധാനമാണ് തിയറി. അപ്പോൾ ഈ ഒരു എക്സാമിന് നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. രണ്ട് രീതിയിലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഈ എല്ലാ സബ്ജക്റ്റും ഒന്ന് ലിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഒരു തിയറി സബ്ജക്റ്റിന് ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് കമ്പൈൻ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുകയാണെങ്കിൽ ആ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വളരെ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലേ, അതിൻ്റെ കൂടെ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് BMനെ കമ്പയർ ചെയ്യാം. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മളെ പെട്ടെന്ന് പഠിച്ചു തരും. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നമുക്ക് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ബേസ് കിട്ടിയാൽ നമുക്ക് SMലേക്ക് വരാം അല്ലേ, അല്ലെങ്കിൽ MOS സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലേക്ക് വരാം. സോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കയറ്റാം. അപ്പോൾ BMും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ആ രീതിയിൽ കുറച്ച് തിയറി പഠിച്ച് ബോറടിക്കുകയാണെങ്കിൽ വേഗം നമുക്ക് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് എടുത്ത് ആ സബ്ജക്റ്റിലെ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്റ്റഡീനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 6 മാസത്തേക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. 6 മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീക്കിലി ഷെഡ്യൂൾ, 6 മാസത്തേക്കുള്ള ഷെഡ്യൂൾ ഒന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട, വീക്കിലി ഷെഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരാഴ്ച ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കും, എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. കാരണം ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പം നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഇത് പഠിക്കുക എന്ന് പറഞ്ഞ് മറ്റൊരാളെ നിർബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. എന്തായാലും നമ്മൾ പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് നോക്കുക, നിങ്ങളൊരു വീക്ക്ലി ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മൺഡേ മുതൽ ഫ്രൈഡേ വരെ പഠിക്കാനുള്ള ദിവസമായിട്ട് മാറ്റി വയ്ക്കുക. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നിങ്ങൾ പഠിക്കാനുള്ള ദിവസമായിട്ട് മാറ്റി വയ്ക്കുക. ശനിയാഴ്ച ഫുള്ള് നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, നിങ്ങൾ ശനിയാഴ്ച മൊത്തമായിട്ട് നിങ്ങൾ
റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. ഈ ഒരു 5 ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ശനിയാഴ്ച എന്ത് ചെയ്യാൻ നോക്കുക, റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റിവിഷൻ ഇല്ലാണ്ട് കുറേ ടോപ്പിക്സ് ഇങ്ങനെ പഠിച്ച് പോയിട്ട് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാനായിട്ട് പോകണില്ല. ഓക്കെ, റിവിഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് കുറേ സബ്ജക്റ്റ് പഠിക്കണം. ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ ചിലപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പഠിച്ച സബ്ജക്റ്റ് മറന്നു പോവുക അല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് അപ്പം ഞാൻ ഈ ആഴ്ച എന്ത് പഠിച്ചോ അത് മൊത്തം ഞാൻ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, അന്ന് റിവൈസ് ചെയ്യാനായിട്ട് നോക്കണം. ഒരു ദിവസം നിങ്ങൾ മാക്സിമം 5 മണിക്കൂർ പഠിക്കാനായിട്ട് നോക്കുക. ഈ 5 മണിക്കൂർ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു അരമണിക്കൂറെങ്കിലും ആ പഠിച്ച ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് തിയറി സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങളോട് തന്നെ ചോദ്യം ചോദിച്ച് പഠിക്കുക. ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഈ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അങ്ങനെ ചോദ്യം ചോദിച്ച് പഠിക്കുക. നിങ്ങളോട് തന്നെ ചോദ്യം ചോദിച്ച് പഠിക്കുക. എന്തൊക്കെ ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാം, ആ രീതിയിൽ ആലോചിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം കണക്ഷൻസ് കിട്ടും. ഇത് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യുക, അപ്പോൾ ഇത് ഈ രീതിയിൽ പഠിക്കണം. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീക്ക്ലി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ഏത് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നതായിക്കോട്ടെ, ആ ഒരു സബ്ജക്റ്റ് അന്നത്തെ നിങ്ങളുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനായിട്ട് നോക്കണം. കാരണം തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് കിട്ടാവുന്ന കുറച്ച് ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ പഠനം കംപ്ലീറ്റ് ആവാണ്. ദെൻ തൊട്ടടുത്ത ദിവസം ഇതേ പാറ്റേണിൽ 5 മണിക്കൂർ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇങ്ങനെ സാറ്റർഡേ എത്തുന്ന സമയത്ത് സാറ്റർഡേ നിങ്ങൾ എന്ത് ചെയ്യണം, സാറ്റർഡേ നിങ്ങൾ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. അതൊക്കെ റിവൈസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു PYQ ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും ഒരു PYQ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു ബിഗിനറാണ്, പഠിച്ചു തുടങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു PYQ കാണുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഒരു PSC എക്സാം എഴുതുന്ന അതേ സീരിയസ്നെസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾ അതേ സമയം കണക്കാക്കിയിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് എടുക്കാനായിട്ട് നോക്കുക. അപ്പം ഒരു സാറ്റർഡേ ആകുമ്പോൾ റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെ ഓർമ്മയുണ്ട്, ഏതൊക്കെ ഭാഗമാണ് എനിക്ക് കിട്ടാത്തത്, അതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി ഞാൻ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും പഠിച്ചിട്ട് നിങ്ങൾ ഫുള്ള് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കരുത് എന്നാണ് പറയുക. സൺഡേ നിങ്ങളുടെ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് കൊടുക്കാം. സൺഡേ ഒരു പകൽ മൊത്തം ഏകദേശം ഒരു രാത്രിയൊക്കെ നിങ്ങളുടെ ഫാമിലിയൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ സൺഡേ നിങ്ങളൊന്ന് റിലാക്സ് ആവാനായിട്ട് നോക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. സൺഡേ മൊത്തത്തിലൊരു റിലാക്സേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് രാത്രിയാവുമ്പോൾ തോന്നും കഴിഞ്ഞ വീക്കിൽ പഠിച്ചത് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയാലോ റിവൈസ് ചെയ്താലോ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവിഷന് വേണ്ടി എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, റിവിഷൻ ചെയ്യാൻ താല്പര്യമില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളുടെ സമയം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ ചിലപ്പം സ്റ്റാർട്ടിങ്ങിൻ്റെ ആവേശത്തിൽ നമ്മൾ കുറേ പഠിക്കാനായിട്ട് നോക്കും. കുറേ പഠിച്ച് ഒരു 2-3 മാസമൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടുപ്പ് വരും. നമുക്ക് വേറൊരു എൻജോയ്മെൻറ്റും ഒന്നുമില്ലാണ്ട് ഇത് മാത്രമായിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അങ്ങനെ ആവരുത്. നിങ്ങളൊരു ബ്രേക്ക് കൊടുത്ത് പഠിക്കണം. ഇപ്പോൾ ഒരാഴ്ച ശനിയാഴ്ച വരെ പഠിച്ച് സൺഡേ കുറച്ച് ബ്രേക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് മാറും നമ്മുടെ പഠനം. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ച് വേണം നമ്മുടെ എയിമിലേക്ക് എത്താനായിട്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മുടെ എയിമിലേക്ക് നമ്മൾ എത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം, നമ്മൾ ഒരു ടൈം ടേബിൾ ഇട്ടു, ആ ടോപ്പിക്ക് അവസാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണതിൽ വല്ല അർത്ഥമുണ്ടോ? അങ്ങനെയല്ല പഠിക്കേണ്ടത്. എങ്ങനെ നമ്മൾ പഠിക്കണം, കൺസെപ്റ്റ് മനസ്സിലാക്കി സമയമെടുത്ത് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചതാണ്, ഇനി പിന്നെ അത് ഓർക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ അത് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി മനസ്സിലാക്കി പഠിച്ച് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് സെർച്ച് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ, ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ,
ദെൻ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ട്സ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നോട്ടും കൂടി കീപ്പ് ചെയ്യുക. കാരണം നോട്ട് ഇല്ലാണ്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ച് ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് നോട്ടൊന്നും ഇല്ലാണ്ട് വെറുതെ കുറേ ക്ലാസ്സുകൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് വായിച്ച് പോയിട്ടും കാര്യമില്ല. നിങ്ങളുടേതായ ഒരു നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആ നോട്ടിന് നല്ല വാല്യൂ ഉണ്ട്. അത് നമുക്ക് നല്ല പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നോട്ടും നമ്മൾ വേറൊരാളുടെ നോട്ട് വാങ്ങി പഠിക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു നോട്ട് ഉണ്ടാക്കണം. ആ നോട്ട് ഫൈനൽ റിവിഷൻ എന്തായാലും ഉപകരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 6 മാസം കൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് കവർ ചെയ്താൽ പിന്നെയുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത് ഫുള്ള് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനും മാക്സിമം സോഴ്സുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഷെഡ്യൂൾ പ്രിപ്പറേഷനെ കുറിച്ചിട്ടും പഠിക്കാനുള്ളതിനെ പറ്റിയിട്ടും പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, ദെൻ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരരുത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ചിലപ്പം ഒരുപാട് ഗ്യാപ്പൊക്കെ വന്നിട്ട് ഇപ്പോൾ കോളേജിൽ നിന്ന് പാസ് ഔട്ടായി ഒരുപാട് ബ്രേക്കൊക്കെ വന്നതിന് ശേഷം പഠിക്കാനായിട്ട് തുടങ്ങുന്ന ആളായിരിക്കും. ആൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 5 മണിക്കൂർ പഠിക്കാനുള്ള ആ ഒരു ഇത് കിട്ടണമെന്നില്ല, അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ആദ്യത്തെ ഒരാഴ്ച 3 മണിക്കൂർ വെച്ച് പഠിച്ചു നോക്കുക. അങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആ 3 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങൾ അത് ഇൻക്രീസ് ചെയ്യുക. പിന്നെ 4 ആക്കുക, 5 ആക്കുക, അങ്ങനെ ഗ്രാജുവലി നിങ്ങളുടെ ലെവൽ നിങ്ങൾ ഇൻക്രീസ് ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. പിന്നെ നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഷെഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ, തലേ ദിവസത്തെ ബാക്കിയാണെങ്കിൽ അത് നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് വയ്ക്കും. ദെൻ അടുത്ത ദിവസത്തെ ബാക്കിയാണെങ്കിൽ പിന്നത്തെ ദിവസത്തേക്ക് വയ്ക്കും. അപ്പോൾ അതിങ്ങനെ നീണ്ടു പോയി പെൻഡിങ്ങിൽ വരും. അപ്പോൾ അങ്ങനെ വരരുത്. അങ്ങനെ കുറേ പെൻഡിങ് ആകുമ്പോൾ പിന്നെ നമുക്ക് തോന്നും ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല, ഞാനിതോടെ വെച്ച് നിർത്താം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. എന്താ വേണ്ടത്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഞാൻ ഇന്ന് പഠിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിക്കണം എന്ന് വിചാരിച്ചത് പഠിച്ച് തീർത്തിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് പോയാൽ മതി. അപ്പോൾ അത് എന്ത് വില കൊടുത്തോ അത് തീർക്കും എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം പഠിച്ചിട്ട് ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച ഒരു കണക്ഷനും ബുക്കും ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നാൾ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മുടെ IQ നല്ലതുപോലെ പോവും. പിന്നെ വീണ്ടും നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ നല്ല പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വരുന്ന ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞു വീക്കിലി റിവൈസ് ചെയ്യാൻ പറഞ്ഞു. സാറ്റർഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് വേണ്ടി കൊടുക്കാം. പിന്നെ ആഴ്ചയിൽ നിർബന്ധമായിട്ടും ഒരു PYQ എങ്കിലും ചെയ്ത് നോക്കുക. അതാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും ഒരു PYQ എങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. ഒന്നിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യണത്, ഇപ്പോൾ പല PYQ ബുക്കുകളും അവൈലബിൾ ആണല്ലേ. അപ്പോൾ പണ്ട് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതാണ് എന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു ഹെൽപ്പാണ് നമ്മൾ ഈ PYQs ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരു PYQ എങ്കിലും ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഏത് കാറ്റഗറി നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുപോലെ അതൊക്കെ നോക്കുക. ഏത് കാറ്റഗറിയാണ്, അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാമാണ് ഞാൻ എഴുതുന്നത്, കാറ്റഗറി നമ്പറൊക്കെ എഴുതി വെച്ച് അതിന് വേണ്ടി നിങ്ങളൊരു ബുക്ക് കയ്യിൽ വെക്കുക. PYQ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ബുക്ക് വെക്കുക. എന്നിട്ട് ആ ബുക്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു റൗണ്ട് പഠിച്ച് ഒരു റൗണ്ട് നിങ്ങളുടെ PYQs ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ബുക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ ആദ്യം പഠിച്ച് തുടങ്ങിയ സമയത്ത് PYQ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മാർക്കായിരിക്കില്ല PYQ അവസാനിക്കുന്ന, അതായത് എൻ്റെ പഠനം അവസാനിക്കാറായ സ്റ്റേജിലുള്ള PYQ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ആ ഒരു സ്റ്റഡിയുടെ ഗ്രോത്ത് നിങ്ങൾക്ക് തന്നെ ആ ബുക്കിലൂടെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ എനർജി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു റൗണ്ട് എല്ലാ PYQs ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ചെയ്ത PYQ ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തപ്പോൾ കിട്ടിയ മാർക്കും ഇപ്പം ചെയ്തപ്പോൾ കിട്ടിയ മാർക്കും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഏതൊരു എക്സാമിനും ഒരു A ലെവൽ എക്സാമിന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളതിനെ പറ്റി നല്ല ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ PYQs ചെയ്യുന്നതിലൂടെ. പിന്നെ നിങ്ങൾ എപ്പോഴും ഞാൻ PYQ ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ PSCയുടെ PYQ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഒരു ഗേറ്റ് ലെവൽ പ്രോബ്ലം എങ്കിലും നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അതായത് ഒരു സ്റ്റെപ്പ് മുമ്പ് ഈ ESCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ലെവലിൽ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ എക്സാംസിന് ചോദിക്കണോണ്ട് ഒരു ലെവൽ കയറ്റി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ നമുക്ക് പല സോഴ്സിൽ നിന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തതൊക്കെ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് കയ്യിൽ വെക്കുക. ഒരു ടോപ്പിക്ക് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളൊരു 6 മാസം ആകുമ്പോഴേക്കും ഏകദേശം നിങ്ങളുടെ സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ എല്ലാ സോഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക. അത് A ലെവലായാലും ഗേറ്റ് ലെവലായാലും ESC ലെവലായാലും ഏത് ലെവലാണെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മെമ്മറിയിൽ ഈ കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് പോകാനായിട്ട് നോക്കണം. അപ്പോൾ ഇങ്ങനെ 6 മാസം കൊണ്ട് എല്ലാ സബ്ജക്റ്റും ഇന്ന് തൊട്ട് 6 മാസം കൊണ്ട് എല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞ് പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിലേക്ക് പോയി ആ വർക്കൗട്ടും കൂടി കഴിഞ്ഞ് പിന്നീട് നമ്മളൊരു എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള പേടിയുടെയും ആവശ്യമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാമിനേഷനെ കാണാനായിട്ട് പറ്റും, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക് പോയിന്റുകളെല്ലാം മാറ്റി വെച്ച് പഠിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ പഠനം. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങരുത്. സ്വയം എയിം ഉണ്ടാക്കുക, പഠിച്ചു തുടങ്ങുക. അതാ നാളെ മുതൽ ഇത് എന്താണ് 6 മാസം എൻ്റെ മുന്നിലുള്ളൂ, ഈ 6 മാസം കൊണ്ട് ഞാൻ ഇത്രയും സബ്ജക്റ്റ് പഠിച്ച് തീർക്കും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ പഠിക്കാനായിട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന LSGD AE എക്സാമിൽ ടോപ്പ് റാങ്കുകളിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കട്ടെ. താങ്ക്